യൂറോപ്യന്മാരുടെ സംഭാവന. ഇതിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന: കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, വറ്റൽമുളക്, മരച്ചീനി എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. മാനുവൽ കോട്ട 1503 കൊച്ചിയിൽ നിർമ്മിച്ചു. സെന്റ് ആഞ്ചലോസ് കോട്ട 1505 കണ്ണൂരിൽ നിർമ്മിച്ചു. തോമസ് കോട്ട കൊല്ലം തങ്കശ്ശേരിയിൽ നിർമ്മിച്ചു. അച്ചടിശാല ഗോവയിൽ 1556 നിർമ്മിച്ചു. കേരളത്തിൽ കൊച്ചി, വൈപ്പിൻ എന്നിവിടങ്ങളിൽ അച്ചടിശാല നിർമ്മിച്ചു. ചവിട്ടുനാടകം കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഡച്ച് കൊട്ടാരം 1555 വീരകേരളവർമ്മയ്ക്ക് നിർമ്മിച്ചു നൽകി. കൊച്ചിയിൽ ആദ്യ യൂറോപ്യൻ സ്കൂൾ നിർമ്മിച്ചതും പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരിൽ നിന്നും കടമെടുത്ത കുറച്ചു പദങ്ങളാണ് കപ്പിത്താൻ, ഡെസ്ക്, കസേര, മേശ, ചായ, ചാവി, വാതിൽ, വരാന്ത, സെമിത്തേരി, ഗോഡൗൺ മുതലായ പദങ്ങൾ. ഡച്ചുകാർ. ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മറ്റൊരു പേര് മലബാറിൻ്റെ ഉദ്യാനം. ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ച ഭാഷ ലാറ്റിൻ ഭാഷ. 12 വാല്യങ്ങളിലായി 742 സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. മലയാള ലിപി അച്ചടിച്ച ആദ്യ പുസ്തകം. അഡ്മിറൽ വാൻബ്രൈഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ബ്രാഹ്മണർ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ.എസ്. മണിലാൽ. 2020 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഫ്രഞ്ചുകാർ. മയ്യഴിയിൽ 1724 കോട്ട പണിതു. ബ്രിട്ടീഷുകാർ. 1644 മദ്രാസിൽ സെന്റ് ജോർജ് കോട്ട നിർമ്മിച്ചു. 1695 കേരളത്തിൽ അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ചു. വിഴിഞ്ഞത്ത് പണ്ടകശാല രൂപീകരിച്ചതും ബ്രിട്ടീഷുകാരാണ്.